പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹോസ്റ്റൽ കുട്ടികൾക്കും അതുപോലെ ദൂരേക്കൊക്കെ പോകുന്നവർക്കും കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഇടിയിറച്ചിയുടെ റെസിപ്പിയാണ്. നമുക്ക് വെയിലൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ബീഫ് ഇടിയിറച്ചിയാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ തിരുമ്മിയിട്ട് ഒരു അരമണിക്കൂർ സമയം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അരമണിക്കൂറിന് ശേഷം ഇത് മസാലയെല്ലാം ഇതിലോട്ട് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു ബീഫിൻ്റെ വേവ് അനുസരിച്ചായിരിക്കും കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അതിനകത്ത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഇതുപോലെ ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഓവറായിട്ട് വെന്ത് പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്കിങ്ങനെ അധികമായിട്ട് വരുന്ന വെള്ളം ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ അടി കട്ടി കുറഞ്ഞൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 150 ഗ്രാം ചുവന്നുള്ളി മൂക്കാൻ കണക്കിനുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ടേക്ക് ഒരു 20-25 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ആദ്യമൊന്ന് ഫ്രൈ ആക്കി ഞാൻ എടുക്കുന്നുണ്ട്. നല്ല ചുവന്ന കളറ് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേനും ഇത് കോരിയെടുക്കുക. അതിനുശേഷം ചുവന്നുള്ളിയാണ് ഒരു 250 ഗ്രാം ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നടുവേ കീറിയിട്ട് അതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ചുവന്നുള്ളിക്ക് പകരം നമുക്ക് സവോള സ്ലൈസായിട്ട് അരിഞ്ഞും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ നമ്മൾ ഇടുന്ന ആ ഒരു ടൈപ്പിൽ ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരണം, അല്ലെങ്കിൽ കേടായി പോകും. പെട്ടെന്ന് മൊരിയാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കരിഞ്ഞു പോകാതെ നല്ല ഫ്രൈ ആയിട്ട് വറുത്ത് കോരിയെടുക്കണം. അതിനകത്തേക്ക് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടിയാണ്. ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ചതച്ചത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാതെ അല്ലാതെ നമുക്ക് അരിഞ്ഞ് വേണമെങ്കിലും ഫ്രൈ ആക്കി എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത്, ഒരു പിടി കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി വഴറ്റുമല്ല, നന്നായിട്ട് ഫ്രൈ ആക്കി നല്ല മൊരിഞ്ഞ് വരണം. കുറച്ച് സമയം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനിടയ്ക്ക് കുറച്ച് വറ്റൽമുളക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടുന്നത് ചില്ലി ഫ്ലേക്സാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള വറ്റൽമുളക് തന്നെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ചില്ലി ഫ്ലേക്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാകും. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വറ്റൽമുളകും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ആ പച്ചമണം എല്ലാം ഒന്ന് മാറി വരണം. അപ്പം ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇടപെടാതെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അടി കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് ചൊവയൊക്കെ വരും. അങ്ങനെ ഇത് നന്നായിട്ട് ഇപ്പോൾ ഇതാ കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് 1, 2, 3 ടേബിൾ സ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലയാണ്, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഏകദേശം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത്രയും മതിയാവും നമുക്ക്. എല്ലാം നന്നായിട്ട് വഴന്നത് കണ്ടോ, നല്ലൊരു കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഉരുളിയിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട. ഇത് കുറച്ച് ക്രഷ് ചെയ്തില്ലെങ്കിലും ചിലർക്കൊന്ന് പൊടിച്ചിട്ടാലും മതിയാകും. കൈകൊണ്ട് തന്നെ കീറിയിട്ടാലും മതിയാകും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. ഇച്ചിരൂടെ ഒന്ന് പൊടി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് ഉരുളിയിലിട്ട് നമുക്ക് കുറച്ച് സമയത്തെ പണിയാണ്. നന്നായിട്ടൊന്ന് ഇതെല്ലാം ഡ്രൈ ആയിട്ട് വരണം, നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ അത്രയും സമയം നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു രീതിയിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് 1-2 മാസം വരെ കേടുകൂടാതെ ഇങ്ങനെ സൂക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ പോലെ അതേ രീതിയിൽ തന്നെ നല്ല ഡ്രൈ ആയിട്ട് വരണം. വെള്ളത്തിൻ്റെ ഒരൊറ്റ അംശം പോലും ഉണ്ടാകാൻ പാടില്ല ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ അച്ചാറൊക്കെ ആകുമ്പോൾ അറിയാൻ കുറേ അച്ചാറൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് അൾസറൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്താകുമ്പം വിനാഗിരി അങ്ങനെയുള്ളതൊന്നും ചേരുന്നില്ല.
നമുക്ക് ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും ഇങ്ങനെ കൊടുത്തുവിടാൻ നല്ലതാണ്. ചോറിനൊപ്പം കഴിക്കാനൊക്കെ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് സമയമിട്ട് നന്നായിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെയാണ്. അതെല്ലാം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേരം ഒന്നും ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ഈ ഒരു കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ രീതിയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് തണുത്തതിന് ശേഷം വേണം ഇത് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഇതുണ്ടോ, വളരെ രുചികരമായ എന്നാൽ ഒട്ടും കേടാകാത്ത ഒരു ഇറച്ചി ഉണങ്ങിയതാണിത്. നമുക്ക് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.